CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് എടത്തറ വാർഡംഗം മുസ്ലിം ലീഗിലെ MP അബ്ദുൾ മജീദിന് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ അയോഗ്യതാ നോട്ടീസ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ താൽക്കാലികമായി സ്റ്റേ ചെയ്തു. കേസിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ മജീദിനെ പഞ്ചായത്ത് അംഗമായി തുടരാം. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിന് 10 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ജില്ലാ തലത്തിൽ 2ാം സ്ഥാനം പൂക്കോട്ടുകാവ് പഞ്ചായത്തും നേടി. തെരുവ് വിളക്കുകൾ കത്താത്തതിലും റോഡുകളുടെ ശോചനീയാവസ്ഥയിലും പെരിന്തൽമണ്ണ നഗരസഭയിലെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. ഉപരോധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പ് ഹൈസ്കൂളിലെ തകർന്ന കെട്ടിടം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സമരരംഗത്ത്. മാസങ്ങൾക്ക് മുൻപ് തകർന്നു വീണ കെട്ടിടം ഇതുവരെയും പുനർനിർമ്മിക്കാനോ ബദൽ സംവിധാനം ഒരുക്കാനോ അധികൃതർ തയ്യാറായില്ലെന്നാണ് പ്രധാന ആരോപണം. അഴിമതി തടഞ്ഞതിന്റെ പേരിൽ CPM കൗൺസിലർമാർ മണ്ണാർക്കാട് നഗരസഭാ ചെയർമാന്റെ കണ്ണിലെ കരടായെന്ന് CPM കൗൺസിലർമാർ. ചെയർമാൻ MLA കുപ്പായമിട്ട് നടക്കുന്നു എന്നും CPM കൗൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അഴിമതി തടഞ്ഞതിന്റെ പേരിൽ CPM കൗൺസിലർമാർ മണ്ണാർക്കാട് നഗരസഭാ ചെയർമാന്റെ കണ്ണിലെ കരടായെന്ന് CPM കൗൺസിലർമാർ. ചെയർമാൻ MLA കുപ്പായമിട്ട് നടക്കുന്നു എന്നും CPM കൗൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മുനിസിപ്പൽ ചെയർമാന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു. ആരുമായുള്ള ഗൂഢാലോചന അത് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അയാളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് പരിശോധിക്കപ്പെടേണ്ടത് എനിക്കല്ല, അതിന്റെ അധികാരം എനിക്കില്ലല്ലോ. ചെയർമാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. ആ വിഷയമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ കേസിനെ കൂട്ടുപിടിക്കുന്നുണ്ട് എന്നുള്ള പറയാൻ കഴിയും. അല്ല, അക്കാര്യത്തെ കുറിച്ചൊന്നും നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അതിലെന്താ സംശയം? മുനിസിപ്പൽ ചെയർമാൻ ഞാനത് ലീഗിലെ 70% ആളുകളും ഈ ചെയർമാൻ ഈ കുപ്പായിട്ട് ഇവരൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇപ്പൊ എങ്ങനെയാണ്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എങ്ങനെയാണ് ആയുർവേദ ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്? എങ്ങനെയാണ്? അതൊക്കെ ഒരു മെസ്സേജാണ്. ഭയങ്കര ജനസ്വാധീനമാണ്, ഭയങ്കര ജനകീയനാണ് എന്ന് വരുത്തി തീർക്കേണ്ട ഉത്തരവാദിത്വം ഇയാൾക്കുണ്ട്. അങ്ങനെയാണെങ്കിലല്ലേ പാണക്കാട് നിന്ന് സീറ്റ് കിട്ടുള്ളൂ. കുഞ്ഞാലിക്കുട്ടി വരുമ്പോ കാണിച്ചു കൊടുക്കണല്ലോ മണ്ണാർക്കാടിന്റെ വികസനവും മണ്ണാർക്കാടിന്റെ വികസന നായകനും. കുഴപ്പമില്ല, ചെയർമാൻ ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് അറിയില്ലല്ലോ. മുണ്ടേക്കരാട് പോയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ഭിന്നശേഷിക്കാരായ ഒരു പാവപ്പെട്ട കുട്ടിയുടെ വഴിയിലേക്ക് തടസ്സം നിന്നുകൊണ്ട് ഇപ്പോഴും അത് പൂർത്തീകരിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങളതൊന്ന് പരിശോധിക്ക് പോയിട്ട്. വോട്ട് വെട്ടിയവർക്ക് ഹിയറിംഗ് നോട്ടീസ് നൽകിയില്ലെന്ന് കൗൺസിലർ K മൻസൂർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഈ നീക്കത്തിന് പിന്നിൽ UDF കൗൺസിലർ ഷഫീഖ് റഹ്മാനാണെന്നും മൻസൂർ പറഞ്ഞു. താൻ വോട്ട് വെട്ടിയെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് വെല്ലുവിളിച്ച മൻസൂർ ഷഫീഖ് റഹ്മാൻ പർദ്ദയും ബുർക്കയും ഇട്ട് നടക്കേണ്ടി വരുമെന്നും കൂട്ടിച്ചേർത്തു. മറ്റു ചില കാര്യങ്ങളിലേക്ക് ഇന്നെ പറയിപ്പിച്ചാൽ നേരിട്ട് ഞങ്ങൾ മുഖാമുഖത്തിനുണ്ടെങ്കിൽ ഷഫീഖ് വരട്ടെ. അങ്ങനെ പറഞ്ഞാൽ എന്നോട് തോർത്തുമുണ്ട് തലയിലിടാനാണ് പറഞ്ഞത്. തലയിലിട്ടാൽ പോലും നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പർദ്ദയും ബുർക്കയും ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രൂപത്തിലേക്ക് പോകേണ്ടി വരും. ഈ പറഞ്ഞ ഇന്നലെ എന്തൊക്കെ ഭാഷ ഉപയോഗിച്ചിരുന്നു, അതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നാട്ടിലെ ആളുകൾക്ക് ഇന്നെ നന്നായിട്ട് അറിയാം, എൻ്റെ വാർഡിലെ ആളുകളെ നന്നായിട്ട് അറിയാം എന്നാണ് പറഞ്ഞത്. അതറിയാം. അത് നിങ്ങൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സർവേ നടത്തിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ ജനകീയനാണ്, വളരെ ജനങ്ങൾക്കിപ്പോൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറയുണ്ടായി, എന്താ 9:30 മണിക്ക് ഞാൻ പോകും, 5 മണിക്ക് ഞാൻ വരുള്ളൂ എന്നൊരു ആക്ഷേപം ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുനിസിപ്പാലിറ്റി പോകുന്നത്. അത് കറക്റ്റാണ്. പക്ഷെ വീട്ടിൽ നിന്നിട്ട് ഇറങ്ങിയാൽ പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നിട്ട് തല പോകും. കാരണം അവിടെ
അവിടെ ആളുകളുടെ പരാതി കേൾക്കാനോ ആളുകളുടെ കൂടെ നിൽക്കാനോ അവർക്ക് ഒഴിവില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻ്റെ തോർത്തുമുണ്ട് തലയിലിടാൻ വേണ്ടി ആയിട്ടൊന്നും ഷഫീഖ് റഹ്മാൻ ആയിട്ടില്ല എന്നുള്ളതിനെ ഞാൻ ഇപ്പോൾ ആ സമയത്ത് സൂചിപ്പിക്കുന്നു. തനിക്കെതിരെ വിജിലൻസ് വന്നാലും ഭയമില്ലെന്നും ചെയർമാനെ തോൽപ്പിച്ചതിന്റെ വൈരാഗ്യമാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. വിജിലൻസ് എന്താ എന്ന് ആദ്യം പഠിക്കേണ്ടത് മുനിസിപ്പൽ ചെയർമാനാണ്. കാരണം മുനിസിപ്പൽ ചെയർമാൻ ഇടക്കിടക്ക് പറയും, ഞാൻ 35 വർഷമായി ഈ രാഷ്ട്രീയ പ്രവർത്തനം ജനപ്രതിനിധിയും ആയിട്ടുള്ളത് എന്നിടക്ക് മുനിസിപ്പൽ ചെയർമാൻ പറയാറുണ്ട്. പക്ഷെ അതെല്ലാം മുക്കണ്ണം പാലത്തിന്റെ അപ്പുറത്തേക്ക് 2015 മുക്കണ്ണം പാലം ഇങ്ങോട്ട് കയറി വന്ന് അവിടെ മത്സരരംഗത്ത് വന്നതാണ് 2015 നാരങ്ങപ്പറ്റ. അയാളുടെ ജനസ്വാധീനം എത്രമുണ്ട് മണ്ണാർക്കാട് എന്ന് അന്ന് ജനങ്ങൾ തിരിച്ച് അറിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോവാതെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം വിജിലൻസ് അന്വേഷണം. തോർത്തുമുണ്ടും ബുർക്കയും എന്ന പരാമർശം ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയമാണോ എന്ന ചോദ്യത്തിന് കൗൺസിലർ മൻസൂർ മറുപടി നൽകി. MLA-യെ പുകഴ്ത്തിയും ചെയർമാനെ ഇകഴ്ത്തിയുമുള്ള കൗൺസിലറുടെ പ്രസ്താവനകളും ചർച്ചയായി. ഷഫീഖ് റഹ്മാനെതിരായിട്ട് ഞാൻ ഉന്നയിച്ച ആരോപണം, ഇപ്പൊ ഞാൻ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചു, ഞാൻ വെല്ലുവിളിച്ചു, ഞാൻ എന്റെ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും, മൻസൂർ എവിടെയെങ്കിലും വോട്ട് വെട്ടാൻ വേണ്ടി തീരുമാനിച്ചു പോയിരിക്കും. ഞാൻ ഉന്നയിച്ച 3 ആക്ഷേപങ്ങളുണ്ട്. ആക്ഷേപങ്ങൾ ഇപ്പം ഞാൻ പറയുന്നില്ല, നിങ്ങളെല്ലാം മുമ്പ് കേട്ടതാണ്. അതൊന്നും എന്താ തിരുത്തരുത്. അപ്പോ ഇന്നെ തലയിൽ മുണ്ടിടാൻ അല്ലെങ്കിൽ തലയിൽ വേറെന്തെങ്കിലും ഇടാൻ ഷഫീഖ് ഇതുവരെ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് കൂടുതൽ ഇടേണ്ടമായി മാത്രമേ ഉള്ളൂ. ഇതുവരെ ഷഫീഖ് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് കൂടുതൽ ഇടേണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിനെ കുറിച്ച് അവൻ പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാനിപ്പോ അങ്ങനെ പിന്നെ എന്താ പറയാ ബ്ലാക്ക് മെയിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ ചെയ്യും. ആരാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ? ആരാ ഷഫീഖ് റഹ്മാൻ ആരാ? അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഒരു പിന്നെ കാര്യം നേടേണ്ട ഒരാളാണ് അയാൾ. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അതേസമയം വാർത്താ സമ്മേളനത്തിൽ TR സെബാസ്റ്റ്യൻ പങ്കെടുക്കാതിരുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും മൻസൂർ വിശദീകരണം നൽകി. വിജിലൻസ് അന്വേഷണം എന്താണ്? വിജിലൻസ് അന്വേഷണത്തെ കുറിച്ച് ആദ്യം ചേർന്ന് പഠിക്കണം. പിന്നെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ഒരു പരാതി, കൗൺസിലറായ ഒരു പരാതി, ഞങ്ങളെടുത്ത തീരുമാനം, ഈ മന്ദനായ തീരുമാനത്തെ നമ്മളും അവരുടെ കൂട്ടത്തിൽ ആവരുത് എന്നുള്ളത് കൊണ്ട് ഒറ്റ തീരുമാനം ഞങ്ങളെടുത്തു. ആക്ഷേപം ആർക്കെതിരായിട്ടാണ്? CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയും കൗൺസിലറുമായ മൻസൂറിനെതിരായിട്ടാണ്. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ സ്വാഗതം ചെയ്യണം. ആ വിഷയത്തെക്കുറിച്ച് പരാതി കൊടുത്താളും പരാതിക്കാരനെ സംസാരിച്ചോളാം, ഞാൻ സംസാരിച്ചോളാം എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ, കാരണം കഴമ്പില്ലാത്തൊരു സാധനത്തിന് എന്തിനാണ് നമ്മളതൊന്ന് ഭാരം വെച്ച് ഇതാക്കുന്നത്? പിന്നെ ഞങ്ങൾ വിജിലൻസിന് സ്വാഗതം ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? UDF ഞാൻ വരാത്ത പിന്നെ ഞാൻ കുറച്ച് വെളുകിയത് കാരണമാണ് അന്ന് അവിടെ സംസാരം, അവരൊറ്റ തീരുമാനം വിജിലൻസ് അന്വേഷണത്തിലൂടെ അവസാനിപ്പിക്കുക. അതായിരുന്നു അവിടെ തീരുമാനം. ഞാൻ അല്ലാത്തത് കൊണ്ട് അവിടെ പിന്നെ ഷഫീഖ് റഹ്മാൻ എന്തൊക്കെ പറയുന്നത്, അതിന്റെ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ഞങ്ങളുടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് കരുതി അതിനാരും വള്ളം കാച്ചി നിൽക്കണ്ട എന്നുള്ളത് തന്നെയാണ്. മണ്ണാർക്കാട് നഗരസഭയുടെ ഭരണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സൂചന. CCN മണ്ണാർക്കാട്. ആലിപ്പറമ്പ് ഹൈസ്കൂളിലെ തകർന്ന കെട്ടിടം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സമരരംഗത്ത്. മാസങ്ങൾക്ക് മുൻപ് തകർന്നു വീണ കെട്ടിടം ഇതുവരെയും പുനർനിർമ്മിക്കാനോ ബദൽ സംവിധാനം ഒരുക്കാനോ അധികൃതർ തയ്യാറായില്ലെന്നാണ് പ്രധാന ആരോപണം. സ്കൂളിലെ 3-ാം നിലയിലെ ഷീറ്റിട്ട കെട്ടിടമാണ് 3 മാസങ്ങൾക്ക് മുൻപുണ്ടായ കാറ്റിൽ തകർന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച 4 ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിന്റെ 2 ക്ലാസ് മുറികളുടെ ഷീറ്റിട്ട മേൽക്കൂര പൂർണ്ണമായും കാറ്റിൽ തകർന്നു വീഴുകയായിരുന്നു. നാശനഷ്ടങ്ങളിൽ സ്കൂളിനുണ്ടായ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് സ്കൂളിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. തുടർന്നും നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ജിന്ദാബാദ്
CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് എടത്തറ വാർഡംഗം മുസ്ലിം ലീഗിലെ MP അബ്ദുൾ മജീദിന് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ അയോഗ്യതാ നോട്ടീസ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ താൽക്കാലികമായി സ്റ്റേ ചെയ്തു. കേസിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ മജീദിനെ പഞ്ചായത്ത് അംഗമായി തുടരാം. 3 മാസത്തേക്ക് തുടർച്ചയായി പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി 2025 ഓഗസ്റ്റ് 4-നാണ് അബ്ദുൾ മജീദിന്റെ അംഗത്വം നഷ്ടപ്പെട്ടതായി കാണിച്ച് നോട്ടീസ് നൽകിയത്. എന്നാൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങൾ വിളിച്ചതിന് യോഗം നോട്ടീസ് നൽകിയിട്ടില്ലെന്നും സൂചിപ്പിച്ച യോഗങ്ങൾ സ്ഥിരം സമിതിയുടെ സാധാരണ യോഗങ്ങളല്ലെന്നും അബ്ദുൾ മജീദ് വാദിച്ചു. കൂടാതെ താൻ ചില അംഗങ്ങളുടെ അയോഗ്യത ആവശ്യപ്പെട്ട് കമ്മീഷനിൽ ഹർജി നൽകിയതിനാൽ ഭൂരിപക്ഷ അംഗങ്ങൾ വൈരാഗ്യം വെച്ച് സെക്രട്ടറി വഴി നടപടി സ്വീകരിച്ചതാണെന്നും അദ്ദേഹം ആരോപിച്ചു. വാദങ്ങൾ പരിഗണിച്ച കമ്മീഷണർ A. ഷാജഹാൻ കേസിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ അബ്ദുൾ മജീദ് MP-ക്ക് ആലിപ്പറമ്പ് പഞ്ചായത്ത് അംഗമായി തുടരാമെന്ന് ഇടക്കാല ഉത്തരവ് നൽകി. മുസ്ലിം ലീഗിലെ വിമതർ ഭരിക്കുന്ന ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ ഔദ്യോഗിക വിഭാഗം അംഗമാണ് MP അബ്ദുൾ മജീദ്. CCN പെരിന്തൽമണ്ണ. തെരുവ് വിളക്കുകൾ കത്താത്തതിലും റോഡുകളുടെ ശോചനീയാവസ്ഥയിലും പെരിന്തൽമണ്ണ നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു. ഉപരോധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 മാസമായി 20% തെരുവ് വിളക്കുകളും കത്താത്ത പെരിന്തൽമണ്ണ നഗരസഭയിൽ ജനങ്ങൾ ദുരിതത്തിലാണെന്നും പ്രത്യേകിച്ച് പുലിയുടെ സാന്നിധ്യം ഭീഷണിയായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുമാണ് നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭ ഉപരോധിച്ചത്. നഗരസഭയ്ക്കുള്ളിലുള്ള റോഡുകൾ പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. പ്രധാനമായിട്ട് ഇന്ന് ഈ സമരത്തിന് ആധാരമായി ഉയർത്തിയിട്ടുള്ളത് ഒന്ന് തെരുവ് വിളക്കുകൾ. ആയിരക്കണക്കിന് തെരുവിളക്കുകൾ ഈ നഗരസഭയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തെരുവിളക്കുകൾ 2 മാസക്കാലമായി റിപ്പയർ ചെയ്യാതെ എല്ലാ വാർഡുകളിലും കൂരിരുട്ടായി ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കാട്ടുമൃഗങ്ങളുടെ ശല്യം പോലും ഭയപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നഗരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭരണസമിതിയുടെ ശ്രദ്ധയിലും കൗൺസിലിനും ഉന്നയിച്ചിട്ട് പോലും ഈ 2 മാസം കഴിഞ്ഞിട്ട് പോലും അതൊന്ന് റിപ്പയർ ചെയ്യാൻ പോലും സാമാന്യ ഒരു സംവിധാനം ഒരുക്കാൻ പോലും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഈ ഭരണസമിതിയുടെ കൊള്ളരുതായ്മ കാണിക്കുന്ന ഒരു സൂചന മാത്രമാണ്. കൗൺസിലർ പത്തത്ത് ജാഫറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉപരോധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. തകർന്നു കിടക്കുന്ന റോഡുകൾ മുഴുവൻ റീടാറിംഗ് ചെയ്യുക, ഒലിങ്കര ഫ്ളാറ്റ് സമുച്ചയത്തിലെ മാലിന്യ സംസ്കരണത്തിന് അടിയന്തര പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിപക്ഷം ഉന്നയിച്ചു. കൗൺസിലർമാരായ മുഹമ്മദ് സുനിൽ, താമരത്ത് സലീം, ജിതേഷ്, തസ്നീമ ഫിറോസ്, തസ്നീം അക്ബർ, കൃഷ്ണപ്രിയ, ശ്രീജിഷ, നിഷ സുബൈർ, ഹുസൈൻ റിയാസ്, സജ്ന ഷൈജൽ എന്നിവർ ഉപരോധത്തിൽ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിന് 10 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ജില്ലാതലത്തിൽ 2ാം സ്ഥാനം പൂക്കോട്ടുകാവ് പഞ്ചായത്തും നേടി. ആരോഗ്യവകുപ്പിന്റെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ആർദ്ര കേരളം. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ആർദ്ര കേരളം പുരസ്കാരം നൽകുന്നത്. ഇതാണ് ഇത്തവണ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത്. 10 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയാണ് പുരസ്കാരം നൽകുന്നതിനായി പരിഗണിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ആരോഗ്യമേഖലയിലെ ചെലവുകൾ, സാന്ത്വന പരിചരണ പരിപാടികൾ, കായകൽപ്പ് സ്കോർ, ഹെൽത്ത് ഗ്രാന്റ് വിനിയോഗം, ശുചിത്വം, മാലിന്യ പരിപാലനം, പ്രാണി നിയന്ത്രണം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ വിലയിരുത്തിയാണ് ഈ പുരസ്കാരം നൽകുന്നത്. ജില്ലാതലത്തിൽ 2ാം സ്ഥാനം പൂക്കോട്ടുകാവ് പഞ്ചായത്തും നേടി. 3 ലക്ഷമാണ് പുരസ്കാര തുക. CCN ചെർപ്പുളശ്ശേരി. പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി. KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഭരണം ലഭിക്കുന്നതിന് മുമ്പ്, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ പോലീസിനേക്കാൾ തരംതാണ അവസ്ഥ പിണറായി വിജയന്റെ കാലത്ത് ഉണ്ടായി എന്നുള്ളതാണ് കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളും
കേരളത്തിലെ പോലീസ് സേനയോട് വെറുക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യം ഉണ്ടായത്. പ്രിയങ്കരനായ നമ്മുടെ നേതാവ് ചൊവ്വല്ലൂർ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സുജിത്ത്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, എന്റെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിപിനുണ്ട്. പല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരാണ്. വിനോദൊക്കെ വളരെ യൂത്ത് കോൺഗ്രസ്സുകാരെ പറയുമ്പോൾ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സംസാരിക്കുന്ന പോലെയല്ല. അവർ സ്വാഭാവികമായും അവരുടെ ഒരു ശൈലിയിലാണ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുക. അത് യൂത്ത് കോൺഗ്രസ്സുകാരും ഡിവൈഎഫ്ഐക്കാരും ആരും വ്യത്യാസമില്ല. അത് അവരുടെ പ്രായത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചപ്പോൾ അവിടുത്തെ പോലീസ് ചെയ്ത നരനായാട്ട് നമ്മൾ കുറെ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോൾ CCTVയിലൂടെ കാണാൻ സാഹചര്യം ഉണ്ടാവുകയാണ്. പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും കാണാവുന്ന രൂപത്തിൽ 24 മണിക്കൂർ ലോകത്തിലെ ഏത് തരത്തിലും കാണാവുന്ന രൂപത്തിൽ തുറന്ന് കാണിക്കുന്ന ഒരു സമീപനം ഉണ്ടായത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലം മുതലാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ പേര് ജനമൈത്രി പോലീസ് എന്നാക്കി മാറ്റി. ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാലക്കാട് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ഒ വിജയകുമാർ, ഓമന ഉണ്ണി, കെ രാമകൃഷ്ണൻ, VN കൃഷ്ണൻ, വിനോജ് രാമൻ, PS രാജൻ, ഡോക്ടർ ജയകുമാർ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. 75ാമത് പുരുഷ വനിതാ സീനിയർ കബഡി ജില്ലാ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 21 കടമ്പൂരിൽ നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. ചാമ്പ്യൻഷിപ്പിൽ 40ഓളം ടീമുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാലക്കാട് ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ, യുവരശ്മി ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കടമ്പൂർ കബഡി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജില്ലാ സീനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 21 ഞായറാഴ്ച അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ കടമ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന 75ാമത് പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. യോഗത്തിൽ VP ഭാസ്കരൻ രക്ഷാധികാരിയായും P സുനിൽകുമാർ കൺവീനറായും തിരഞ്ഞെടുക്കപ്പെട്ടു. ക്ലബ്ബ് സെക്രട്ടറി A ഹരിദാസ് സ്വാഗതം പറഞ്ഞു. ലൈബ്രറി കൗൺസിൽ അമ്പലപ്പാറ നേതൃസമിതി കൺവീനർ PP ഹരിദാസ്, സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റി മെമ്പർ കളപ്പെട്ടി ചന്ദ്രൻ, പാലക്കാട് ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ ബിജു വർഗീസ്, C രാമദാസ്, യുവരശ്മി ക്ലബ്ബ് പ്രസിഡന്റ് A സുധീർ എന്നിവർ സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പിൽ 40ഓളം ടീമുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CCN കടമ്പഴിപ്പുറം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള എളുമ്പുലാശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ വിഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കാഴ്ച പരിശോധനയ്ക്കും ചികിത്സകൾക്കുമായി ഇനി മുതൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചകളിൽ സൗജന്യ സേവനം ലഭ്യമാകും. സർജറി ആവശ്യമുള്ള രോഗികളെ യാത്രാ ചെലവ് ഉൾപ്പെടെ സൗജന്യമായി ഓപ്പറേഷന് കൊണ്ടുപോയി തിരികെ എത്തിക്കുന്ന ഒരു നൂതന പദ്ധതിക്കും പഞ്ചായത്തും നാഷണൽ ഹെൽത്ത് മിഷനും സംയുക്തമായി തുടക്കമിട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ വിഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ ചെയ്യുന്നത് ആരോഗ്യ വകുപ്പിന്റെ വിവിധ തലങ്ങളിലുള്ള സഹായം സ്വീകരിച്ചുകൊണ്ടാണ്. അതിന്റെ ഭാഗമായാണ് NHMന്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ ഒരു വിഷൻ സെന്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ മറ്റൊരു കാര്യമാണ്. കാഴ്ചയുടെ പ്രശ്നമുള്ളത് വയസ്സായ ആളുകൾക്ക് മാത്രമല്ല. ഡോക്ടർ പറഞ്ഞു വയസ്സായ കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നം ഉണ്ടാവുന്നു. പക്ഷെ വയസ്സായ ആളുകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കണ്ണിന്റെ കാഴ്ചയ്ക്ക് പ്രശ്നം. കാര്യം ഒന്ന്, നമ്മള് പ്രസവിച്ച് വീണ കുട്ടി ഒരല്പ ദിവസം കഴിഞ്ഞാൽ 60 or 90 കഴിഞ്ഞാൽ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ പോലും മൊബൈൽ ഫോൺ കാണിച്ചു കൊടുത്തിട്ട് പാല് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ മുതിർന്നാൽ ലാപ്ടോപ്പിന്റെ മുമ്പിലോ കമ്പ്യൂട്ടറിന്റെ മുമ്പിലോ ഒക്കെയാണ്. അപ്പൊ അത് നിരന്തരം ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ കാഴ്ചയുടെ പ്രയാസമുണ്ടാവും. പിന്നെ തിമിരവും ഒക്കെ ഒരു ഏജ് വന്നു കഴിഞ്ഞാൽ തിമിരവും മറ്റു കാര്യങ്ങളും കൊണ്ട് കാഴ്ചയുടെ കുറവുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു അപകടം അല്ലെങ്കിൽ ആ ഒരു അസുഖം ഏത് സമയത്ത് വന്നാലും അതിനെ നേരിടാനാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ FHCയിൽ ഇത്തരത്തിലുള്ള ഒരു സെന്ററിന്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുന്നത്. പരിപാടിയിൽ ഡോക്ടർ ഇന്ദു സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷത വഹിച്ചു. KK ഷൗക്കത്ത് അലി, അനസ്, K രജിത, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ മൊബൈൽ ഒഫ്താൽമിക് സർജൻ ഡോക്ടർ ഗീത, ജില്ലാ ഒഫ്താൽമിക് കോർഡിനേറ്റർ ഷിബു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. CCN കടമ്പഴിപ്പുറം. നാടിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നാഴികക്കല്ലായ കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ 50ാം വാർഷികം ആഘോഷിക്കുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടെയാണ് സുവർണ ജൂബിലി ആഘോഷിക്കുന്നത്. ഇതിന് സ്കൂള് 50 വർഷം മുമ്പ്
ഒരു സ്കൂൾ സ്ഥാപിക്കാൻ കോട്ടപ്പാടം പോലുള്ള ഒരു സ്ഥലത്ത് പ്രയത്നിച്ചത് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ആ സ്കൂള്. എൻ്റെ വന്ധ്യനായ പിതാവ് അദ്ദേഹമാണ് പ്രയത്നിച്ച് ഗവൺമെൻറ് തന്നിട്ടുള്ള എല്ലാ സാങ്ഷനും പേപ്പറും വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. 1975 ആഗസ്റ്റ് 31. അതിനുശേഷം ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ മാനേജറായി ഉള്ള എൻ്റെ സഹോദരൻ കല്ലടി മുഹമ്മദ്, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള പഴയ MLA, അദ്ദേഹമാണ് സ്കൂളിന് തുടക്കം കുറിച്ച് ആ സ്കൂളിന് പണി പൂർത്തീകരിച്ച വ്യക്തി. സുവർണ ജൂബിലിയുടെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. 50 ആണ്ടിന്റെ തിളക്കത്തിൽ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാരം ഗണിതശാസ്ത്രാധ്യാപകൻ P. ഗിരീഷിനെ തേടിയെത്തിയത് ആഘോഷ പരിപാടികളുടെ മാറ്റുകൂട്ടും. അപ്പോൾ അതിന് ഇരട്ടി മധുരം നൽകിക്കൊണ്ട് നമുക്കിപ്പോ ഒരു സംസ്ഥാന അധ്യാപക അവാർഡ് പാലക്കാട് ജില്ലയിൽ ഒരേ ഒരു അവാർഡ് നമ്മൾ കോട്ടപ്പാടം ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപകനായ ഗിരീഷ് മാഷക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഒരു അവാർഡ് നമുക്ക് ലഭിക്കുന്നത് കോട്ടപ്പാടം ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിക്കുന്നത് 3ാം തവണയാണ്. ആദ്യമായി നമ്മുടെ PN മോഹനൻ മാഷ്, അതേപോലെ അതിനുശേഷം ഹസൻ മാസ്റ്റർ, ഇവർക്കൊക്കെ ഇതിനു മുമ്പ് അവാർഡ് ലഭിച്ചു. അപ്പോൾ വളരെ വിഷമം പിടിച്ച ഒരു ക്രൈറ്റീരിയയിലൂടെ ഇപ്പോൾ അവാർഡ് ലഭിച്ചത്, അല്ലെങ്കിൽ ഇത് 50ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു അവാർഡ് ലഭിച്ചത് നമുക്ക് വളരെ അഭിമാനകരമായിട്ട് നമുക്ക് തോന്നുന്ന നിമിഷമാണ്. ലോഗോ പ്രകാശനം, വിളംബര റാലി, രക്തദാന ക്യാമ്പ്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, വിദ്യാഭ്യാസ പ്രദർശനം, വിവിധ മത്സരങ്ങൾ, ഫിലിം ഫെസ്റ്റിവൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ 50 പരിപാടികളാണ് ഒരു വർഷക്കാലം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആഘോഷ പരിപാടികൾക്കായി VK ശ്രീകണ്ഠൻ MP, N ഷംസുദ്ദീൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ എന്നിവർ രക്ഷാധികാരികളായ സംഘാടക സമിതി രൂപീകരിച്ചു. എല്ലാ വിഭാഗം ആളുകൾ, അതായത് അധ്യാപകര്, രക്ഷകർത്താക്കള്, വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, മറ്റ് അഭ്യുദയകാംക്ഷികൾ എല്ലാവരുടെയും സമ്പൂർണ്ണമായ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു സുവർണ ജൂബിലി ആഘോഷമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഏവരുടെയും പ്രിയപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. കാരണം ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റവും അതിന്റെ പ്രോത്സാഹനമാണ്. അപ്പൊ എല്ലാവരുടെയും സജീവമായ പങ്കാളിത്തം എല്ലാ പരിപാടികളും ഉണ്ടാകണം എന്ന് മാത്രം. സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റ് ചെയർമാൻ കല്ലടി അബൂബക്കർ, പ്രിൻസിപ്പൽ MP സാദിഖ്, പ്രധാനാധ്യാപകൻ KS മനോജ്, PTA പ്രസിഡന്റ് KT അബ്ദുള്ള, സംഘാടക സമിതി ഓർഗനൈസിംഗ് കൺവീനർ K. മൊയ്തുട്ടി, മീഡിയ കമ്മിറ്റി ചെയർമാൻ ഹമീദ് കൊമ്പത്ത്, കൺവീനർ ബാബു ആലായൻ, CP വിജയൻ, P. സൈനുൽ ആബിദ്, P. മനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. ഓണക്കാലത്തെ പാലക്കാട് ജില്ലയിൽ ലഭിച്ചത് 55.6% അധിക മഴ. ഓണത്തിനു മുൻപും മഴ പെയ്തതോടെ ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തവർക്ക് പറയാനുള്ളത് നഷ്ടക്കണക്കു മാത്രം. ജില്ലയിൽ വിവിധയിടങ്ങളിൽ കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കൃഷി വകുപ്പിന്റെ കണക്കുകൾ കാണിക്കുന്നു. ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 7 വരെ ജില്ലയിൽ ശരാശരി 180 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. പ്രതീക്ഷിച്ച മഴ 115.7 മില്ലിമീറ്റർ ആണ്. 55.6% അധിക മഴ. കഴിഞ്ഞയാഴ്ച ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ആലത്തൂർ ഭാഗത്താണ്, 202.4 മില്ലിമീറ്റർ. 28-നാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്, 42.5 മില്ലിമീറ്റർ. കൃഷി വകുപ്പിന്റെ കണക്കുപ്രകാരം ജില്ലയിലാകെ 2000 ഹെക്ടർ കിഴങ്ങുവിളകൾ, 800 ഹെക്ടർ പച്ചക്കറി, 4200 ഹെക്ടർ നെല്ല്, 540 ഹെക്ടർ വാഴകൃഷി എന്നിവ നശിച്ചു. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 10 വരെയുള്ള കണക്കാണിത്. CCN ചെർപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് എടത്തറ വാർഡംഗം മുസ്ലിം ലീഗിലെ MP അബ്ദുൾ മജീദിന് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ അയോഗ്യതാ നോട്ടീസ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ താൽക്കാലികമായി സ്റ്റേ ചെയ്തു. കേസിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ മജീദിനെ പഞ്ചായത്ത് അംഗമായി തുടരാം. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിന്. 10 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ജില്ലാതലത്തിൽ 2ാം സ്ഥാനം പൂക്കോട്ടുകാവ് പഞ്ചായത്തും നേടി. തെരുവ് വിളക്കുകൾ കത്താത്തതിലും റോഡുകളുടെ ശോചനീയ അവസ്ഥയിലും പെരിന്തൽമണ്ണ നഗരസഭയിലെ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. ഉപരോധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു.
ആലിപ്പറമ്പ് ഹൈസ്കൂളിലെ തകർന്ന കെട്ടിടം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സമരരംഗത്ത്. മാസങ്ങൾക്ക് മുൻപ് തകർന്നു വീണ കെട്ടിടം ഇതുവരെയും പുനർനിർമ്മിക്കാനോ ബദൽ സംവിധാനം ഒരുക്കാനോ അധികൃതർ തയ്യാറായില്ലെന്നാണ് പ്രധാന ആരോപണം. അഴിമതി തടഞ്ഞതിന്റെ പേരിൽ CPM കൗൺസിലർമാർ മണ്ണാർക്കാട് നഗരസഭാ ചെയർമാന്റെ കണ്ണിലെ കരടായെന്ന് CPM കൗൺസിലർമാർ. ചെയർമാൻ MLA കുപ്പായമിട്ട് നടക്കുന്നു എന്നും CPM കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.